കലോത്സവ വേദിയിൽ ആടുജീവിതം ആസ്പദമാക്കി മലപ്പുറം ജില്ലയിലെ AKM-HSS സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൂകാഭിനയം ശ്രദ്ധേയമാകുന്നു. ഹലോ സാർ. സാറും ടീച്ചറാണ് ഈ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു കലാവിരുതിന് പിന്നിൽ. അപ്പോൾ ഒരു ആടുജീവിതം എന്നൊരു തീം ഈ കുട്ടികൾക്ക് കലോത്സവ വേദിയിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇത് വളരെ നമുക്ക് എല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ള ബെന്യാമിൻ്റെ നോവലാണല്ലോ. അതെ. അത് നമുക്ക് പിന്നെ സിനിമയായിട്ടും നോവലായിട്ടും പുറത്തു വന്നിട്ടാണ്. ഇത് മൂകാഭിനയം എന്ന് പറയുന്ന ഒരു പിന്നെ കലാ മേഖലയിലൂടെ നമുക്കിതിനെ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുമെന്നൊരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മുടെ പരിശീലകരായിട്ടുള്ള കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലുള്ള ദർശിത്തും അതേപോലെ ദിൽഷാദ് അവരാണ് അതിൻ്റെ ശില്പികൾ. ശരിക്കും ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. സത്യത്തിൽ അതിൻ്റെ ക്രെഡിറ്റുകളൊക്കെ അവർക്കുള്ളതാണ്. സത്യത്തിൽ ഏറെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് എന്നതുകൊണ്ടും വളരെ പോപ്പുലറായിട്ടുള്ളൊരു പിന്നെ സൃഷ്ടി ആയതുകൊണ്ടൊക്കെയാണ് ഞങ്ങളിത് തിരഞ്ഞെടുത്തത്. അതിന് വളരെയേറെ ജില്ലാതലത്തിലും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും ഇപ്പോൾ കളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്തും വളരെയേറെ കളിക്കുന്ന സമയത്തും സത്യത്തിൽ വളരെ സാഹൂദം എല്ലാ പ്രേക്ഷകരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളെ എല്ലാ പിന്നെ എന്താ പ്രതിഭകളും വളരെ നന്നായിട്ട് അത് മികച്ച രീതിയിൽ അത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം എല്ലാ കാണികളിലും അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഞങ്ങളെല്ലാം സന്തോഷിപ്പിക്കുന്ന കാര്യം. ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ കുട്ടികളെല്ലാവരും +2 സയൻസ് പഠിക്കുന്ന കുട്ടികളാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവർ ക്ലാസ്സിൻ്റെയും പ്രാക്ടിക്കൽ ലാബിൻ്റെയൊക്കെ ഇടയ്ക്ക് വന്ന് അവരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റിലെത്താൻ കഴിഞ്ഞത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മൈമ് സ്റ്റേറ്റിലെത്തിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? 3 മാസത്തോളം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവവികാസങ്ങൾ നടന്നു നമുക്കൊന്ന് അറിഞ്ഞു കൊള്ളാമെന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ കളിക്കുന്ന ഇടയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, കാലിലായിട്ടും. പിന്നെ ഞങ്ങൾക്ക് ആടുജീവിതം ആയതുകൊണ്ട് ആടിൻ്റെ രൂപത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും മുട്ടെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. നല്ല പൊളിഞ്ഞ് ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ കളിച്ചിരുന്നത് നല്ലൊരു റിസ്കി ആയിരുന്നു. എന്നാലും ഞങ്ങൾ നന്നായിട്ട് ശ്രമിച്ച് കളിക്കാൻ നോക്കിയിട്ടുണ്ട്. കൂട്ടത്തിലുള്ള എല്ലാവർക്കും നല്ല പരിക്ക് പറ്റിയിട്ട് എന്നിട്ടും വിട്ടുകൊടുക്കാതെയാണ് മുന്നോട്ട് പോയത്. ഇനി എന്താണ് പ്രതീക്ഷ? നല്ല റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അതെ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ ജില്ലയിൽ ഞങ്ങൾ A ഗ്രേഡ് അടിച്ചു. സെക്കൻഡ് ആ ഒരു പൊസിഷനിലാണ് പോയത്. സോ ഞങ്ങൾ ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യമാണ് ഒരേട്ടം കളിച്ചത്, ഞങ്ങൾ ഇപ്രാവശ്യം പിന്നെ ഇറങ്ങി വിട്ടുകൊടുക്കില്ല എന്നുള്ള മൈൻഡിൽ തന്നെ അങ്ങനെ ഇപ്പോൾ കളിച്ച് ഞങ്ങളിപ്പോൾ സ്റ്റേറ്റിലെത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ തീമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഈ തീം വെച്ചിട്ട് ഞങ്ങൾ വിട്ടുകൊടുക്കാതെ കളിച്ചാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്വപ്നത്തിലെത്തി. സ്റ്റേറ്റ് ഞങ്ങൾക്ക് കിട്ടണമെന്നായിരുന്നു, ഇവിടെ വരണമെന്നായിരുന്നു, അത് നടന്നു. അതായത് എല്ലാ ആശംസകളും നേരെയാണ്. മാത്രമല്ല ചന്ദ്രികയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.